നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്ക് എൻറ്റിറ്റി സെറ്റും എക്സ്റ്റെൻഡഡ് ER ഫീച്ചറുമാണ്. ആദ്യം നമുക്ക് വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് നോക്കാം. ആൻ എൻറ്റിറ്റി ടൈപ്പ് ഷുഡ് ഹാവ് എ കീ ആട്രിബ്യൂട്ട് വിച്ച് യുണീക്കലി ഐഡൻറ്റിഫൈസ് ഈച്ച് എൻറ്റിറ്റി ഇൻ ദ എൻറ്റിറ്റി സെറ്റ്. അതായത് നമുക്ക് ഓരോ എൻറ്റിറ്റി സെറ്റിലെയും ഓരോ എൻറ്റിറ്റിയെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോർമലി നമുക്കൊരു കീ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. പക്ഷേ ചില കേസിൽ അങ്ങനെ പ്രൈമറി കീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ എൻറ്റിറ്റി സെറ്റിനെയാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ആൻ എൻറ്റിറ്റി സെറ്റ് that does not have a primary key is referred to as a weak entity set. The entity set which do not have sufficient attribute to form primary key are known as weak entity set, and the entity set which have the primary key are known as strong entity set. അതായത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എൻറ്റിറ്റി സെറ്റിനെ. ഒന്നുകിൽ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്നും അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്നും. അതായത് നമുക്ക് ഒരു എൻറ്റിറ്റി സെറ്റിൽ നമുക്കവിടെ സഫീഷ്യൻ്റ് ആട്രിബ്യൂട്ട്സ് ഇല്ല പ്രൈമറി കീ ഫോം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്നും, നമുക്ക് സഫീഷ്യൻ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്, അതായത് നമുക്ക് അതിനകത്ത് പ്രൈമറി കീ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്നും പറയും. ആസ് ദ വീക്ക് എൻറ്റിറ്റീസ് ഡു നോട്ട് ഹാവ് ദ പ്രൈമറി കീ ദേ കാൺ ബി ഐഡൻറ്റിഫൈഡ് ഓൺ ദെയർ ഓൺ. നമുക്ക് വീക്ക് എൻറ്റിറ്റി സെറ്റിൽ പ്രൈമറി കീ ഇല്ലാത്തത് കാരണം നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ദേ ഡിപ്പെൻഡ് ഓൺ സം അതർ എൻറ്റിറ്റി നോൺ ആസ് ഓണർ എൻറ്റിറ്റി. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വീക്ക് എൻറ്റിറ്റി സെറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിനെ ആയിരിക്കും. ദ വീക്ക് എൻറ്റിറ്റീസ് ഹാവ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ, അതായത് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡൻസ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടു. ഇൻ ഇറ്റ്സ് ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഓണർ ഐഡൻറ്റിറ്റി. അതാണ് എന്താണ് നമ്മൾ പറഞ്ഞത്, വീക്ക് എൻറ്റിറ്റി സെറ്റിന് തന്നെ നിൽക്കാൻ പറ്റില്ല. സോ അതൊരു ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് വിത്ത് ഓണർ എൻറ്റിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റിയുമായിട്ട്, വീക്ക് എൻറ്റിറ്റി സെറ്റിന് സ്ട്രോങ് എൻറ്റിറ്റിയുമായിട്ടൊരു ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് തന്നെ നിൽക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് പ്രൈമറി കീ ഇല്ല. വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ഹാവ് പാർഷ്യൽ കീസ്. ഇതിനകത്ത് പാർഷ്യൽ കീസ് ആണുള്ളത്, പ്രൈമറി കീസ് ഇല്ല. പാർഷ്യൽ കീസ് ആർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് with the help of which the tuples of weak entities can be distinguished and identified. നമുക്ക് വീക്ക് എൻറ്റിറ്റി സെറ്റിൽ ഓരോ ടപ്പിൾസിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പാർഷ്യൽ കീസാണ്. നമ്മൾ നോർമലി ടപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി കീസാണ് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രൈമറി കീ ഇല്ല, നമുക്ക് ഇവിടെ പാർഷ്യൽ കീസാണുള്ളത്. വീക്ക് എൻറ്റിറ്റി സെറ്റിന് ഓൾവേസ് ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിരിക്കാം. പക്ഷേ സ്ട്രോങ് എൻറ്റിറ്റിക്ക് അങ്ങനെ നിർബന്ധമില്ല, കാരണം വീക്ക് എൻറ്റിറ്റിക്ക് അതിന് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സ്ട്രോങ് എൻറ്റിറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തില്ല നിൽക്കുന്നത്. സോ അതിനൊരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണ്. സ്ട്രോങ് എൻറ്റിറ്റിക്ക് അത് നിർബന്ധമില്ല. വീക്ക് എൻറ്റിറ്റീസ് ഡിപ്പെൻഡ് ഓൺ സ്ട്രോങ് എൻറ്റിറ്റി ടു എൻഷുർ ദ എക്സിസ്റ്റൻസ് ഓഫ് വീക്ക് എൻറ്റിറ്റി. Like strong entity, weak entity does not have any primary key. It has partial discriminator key. Weak entity is represented by double rectangle. The relation between one strong and one weak entity is represented by double diamond. വീക്ക് എൻറ്റിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് ER ഡയഗ്രത്തിൽ. ആൻഡ് ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ ഡയമണ്ട് വെച്ചിട്ടാണ്. അതുപോലെ പാർഷ്യൽ കീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു വീക്ക് എൻറ്റിറ്റീൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. വീക്ക് എൻറ്റിറ്റിക്ക് നമുക്ക് എന്താണ് പാർഷ്യൽ കീസ് ആണുള്ളത്. സോ വീക്ക് എൻറ്റിറ്റി സെറ്റിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ട്. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റും ഇതിൻ്റെ പാർഷ്യൽ കീസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററും കൂടെ വെച്ചിട്ടാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റിൻ്റെ പ്രൈമറി പറയുന്നത്. വീക്ക് എൻറ്റിറ്റിയുടെ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ് സ്ട്രോങ് എൻറ്റിറ്റിയുടെ പ്രൈമറി പ്ലസ് വീക്ക് എൻറ്റിറ്റിയുടെ ഡിസ്ക്രിമിനേറ്റർ. നെക്സ്റ്റ് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് കാണിച്ചേക്കുന്നത്. വി ഡെപിക്ട് എ വീക്ക് എൻറ്റിറ്റി സെറ്റ് ബൈ ഡബിൾ റെക്റ്റാങ്കിൾ. വി അണ്ടർലൈൻ ദ ഡിസ്ക്രിമിനേറ്റർ ഓഫ് കീ of a weak entity set with a dashed line.
ഇതിനകത്ത് എന്താണ് പേയ്മെൻറ്റ് നമ്പർ, അതാണ് അത് നമ്മൾ ഡാഷ്ഡ് ലൈൻ വെച്ചിട്ടാണ് കാണിച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ പാർഷ്യൽ കീ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റർ കീ എന്ന് പറയുന്നത്. പിന്നെ പേയ്മെൻറ്റിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഈ പേയ്മെൻറ്റ് നമ്പർ, അതായത് പാർഷ്യൽ കീയും നമ്മുടെ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിലെ പ്രൈമറി കീ ആണ് ലോൺ നമ്പർ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ER ഫീച്ചേഴ്സാണ്. ദ ബേസിക് ER കൺസെപ്റ്റ് ക്യാൻ മോഡൽ മോസ്റ്റ് ഡാറ്റാബേസ് ഫീച്ചേഴ്സ്. ഡാറ്റാബേസിലെ മോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബേസിക് ER കോൺസെപ്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ചില ആസ്പെക്ട്സ് ഓഫ് ഡാറ്റാബേസ് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ER മോഡലിന് ചില എക്സ്റ്റെൻഷൻസ് കൊടുത്താലാണ്. സോ എക്സ്റ്റെൻഡഡ് ER ഫീച്ചേഴ്സിൽ വരുന്നതാണ് സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷൻ, അഗ്രിഗേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സ്റ്റെൻഡഡ് ER ഫീച്ചേഴ്സിൽ വരുന്നത്. സോ നമുക്കതിനകത്ത് ആദ്യം സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. An entity set may include subgrouping of entities that are distinct in some way from other entities in the set. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പം ഒരു എൻറ്റിറ്റി, ഒരു സബ്സെറ്റ് ഓഫ് എൻറ്റിറ്റീസ്, നമ്മുടെ മൊത്തം എൻറ്റിറ്റി സെറ്റിൽ ചിലപ്പോൾ ഒരു സബ്സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ബാക്കി എൻറ്റിറ്റീസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില സബ് ഗ്രൂപ്പിംഗ് ഈ എൻറ്റിറ്റി സെറ്റ്സിൻ്റെ ഇടയിൽ വരും. ഓരോ ഡിസ്റ്റിങ്ക്റ്റീവ് എൻറ്റിറ്റി ഗ്രൂപ്പിംഗ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മുടെ ER മോഡലിൽ ചില പ്രൊവിഷൻസ് ഉണ്ട്. അതാണ് ഈ സ്പെഷ്യലൈസേഷനിൽ പറയുന്നത്. നമുക്കിപ്പം വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ ഫസ്റ്റ് ഒരു പേഴ്സൺസിൽ നമുക്ക് ഒരു വരും, പേഴ്സൻ്റെ ആട്രിബ്യൂട്ട്സ്, അതായത് നെയിം, സിറ്റി, സ്ട്രീറ്റ്, അങ്ങനത്തെ കുറേ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന കുറേ ഫീച്ചേഴ്സ് വരും. ഈ പേഴ്സൺ തന്നെ നമുക്ക് വേണമെങ്കിൽ അവർ ചിലപ്പോൾ എംപ്ലോയീസ് ആവാം, ചിലപ്പം കസ്റ്റമേഴ്സ് ആവാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ നമുക്ക് എംപ്ലോയി ID, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്കിപ്പം കസ്റ്റമർ ID, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു പേഴ്സണിന് നമുക്ക് നോർമലി നെയിം, സ്ട്രീറ്റ്, സിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ സം അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് എംപ്ലോയീസിന് നമുക്ക് എംപ്ലോയി ID ഉണ്ടാകും. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതായത് കസ്റ്റമർ ID, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സബ് ഗ്രൂപ്പിംഗ്, അതായത് ഇപ്പം എംപ്ലോയിയുടെ ഫീച്ചേഴ്സുള്ള അതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇപ്പം കസ്റ്റമറിൻ്റെ ഫീച്ചേഴ്സ് അതുള്ളതെല്ലാം ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ നമ്മൾ സബ് ഗ്രൂപ്പിംഗ്, ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത് വരുന്ന ഈ സബ് ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു പേഴ്സൻ്റെ സ്പെഷ്യലൈസേഷൻ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ എംപ്ലോയീസ് ആണോ കസ്റ്റമർ ആണോ എന്ന് വെച്ചിട്ട് ആ പേഴ്സൺ നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കി ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈൻ പ്രോസസ്, we designate subgrouping within an entity set that are distinctive from other entities in the set. നമുക്ക് ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉള്ളവരെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു. These subgrouping become lower level entity set that have attributes or participate in a relationship that do not apply to the higher level entity set. Depicted by triangle component labeled ISA. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ കാണിച്ചേക്കുന്ന സ്പെഷ്യലൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ. നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൻ്റെ നോർമൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പറും ബാലൻസും ഉണ്ടായിരിക്കും. ഇനി ഇപ്പം നമുക്ക് ചില സേവിങ്സ് അക്കൗണ്ടിനാണെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. പിന്നെ ചെക്കിങ് അക്കൗണ്ട് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ഉണ്ടാവും. പിന്നെ ഈ ചെക്കിങ് അക്കൗണ്ടിന് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ്, ഗോൾഡ്, സീനിയർ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പം കോമൺ ഫീച്ചേഴ്സ് നമ്മുടെ ഹയർ ലെവൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ടാണ്. നമ്മുടെ ഈ സ്പെഷ്യലൈസേഷനാണ് നമ്മളിവിടെ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട്
കാണിച്ചിരുന്നത് ISA എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കാണിച്ചു, അതുപോലെ ചെക്കിങ് അക്കൗണ്ടിന് ഓവർ ഡ്രാഫ്റ്റിന് കാണിച്ചു. പിന്നെ അതിനെ നമ്മൾ വീണ്ടും സ്പെഷ്യലൈസേഷനിൽ വീണ്ടും സബ് ഗ്രൂപ്പ് ചെയ്തു. അത് സ്റ്റാൻഡേർഡ്, ഗോൾഡ്, സീനിയർ അങ്ങനെ പറഞ്ഞ് മാറ്റി. അതായത് നമ്മുടെ മൊത്തം ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ആ എൻറ്റിറ്റി സെറ്റിൽ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. അതായത് ഇപ്പം സേവിങ്സ് അക്കൗണ്ട് മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, അതുപോലെ ഇപ്പം ചെക്കിങ് അക്കൗണ്ടിനാണ് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് വരുന്നത്. ഇതെല്ലാം പലതും ഇതിനകത്ത് പല കാര്യങ്ങളും ഈ പല ആട്രിബ്യൂട്ട്സും ചില എൻറ്റിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ സബ് ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് അതിനെ ഈസി റിലേഷൻഷിപ്പ് വെച്ച് കാണിച്ചു. ഇതാണ് സ്പെഷ്യലൈസേഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറലൈസേഷനാണ്. ജനറലൈസേഷൻ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ഡിസൈൻ പ്രോസസ്സാണ്. കമ്പൈൻ എ നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് ദാറ്റ് ഷെയർ സെയിം ഫീച്ചർ ഇൻ ടു ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റ്. അതായത് നമ്മൾ സ്പെഷ്യലൈസേഷനിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സ്പെഷ്യലൈസേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ സിമ്പിൾ ഇൻവേർഷൻസ് ഓഫ് ഈച്ച് അതർ. ദേ ആർ റെപ്രസെൻറ്റഡ് ഇൻ ER ഡയഗ്രാം ഇൻ ദ സെയിം വേ. Attribute inheritance. The lower level entity set inherit all the attribute and relationship participation of higher level entity set to which it is linked. അതാണ് ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോവർ ലെവൽ എൻറ്റിറ്റി അത് ഹയർ ലെവൽ എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടും റിലേഷൻഷിപ്പ് പാർട്ടിസിപ്പേഷനും അതെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ലോവർ ലെവൽ എൻറ്റിറ്റി ഇൻഹെറിറ്റ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഹയർ ലെവൽ എൻറ്റിറ്റി ടു വിച്ച് ഇറ്റ് ഈസ് ലിങ്ക്ഡ്. അത് ലിങ്ക് ചെയ്തിട്ടേക്കുന്നത് ലോവർ ലെവൽ എൻറ്റിറ്റി ലിങ്ക് ചെയ്തേക്കുന്ന ഹയർ ലെവൽ എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പ് പാർട്ടിസിപ്പേഷനും എല്ലാം ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്ന പറയുന്നത്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഹയർ ലെവൽ എൻറ്റിറ്റീനെ ഓരോ സെയിം ഫീച്ചേഴ്സിൽ തന്നെ സബ് ഗ്രൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ജനറലൈസേഷനിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ എൻറ്റിറ്റി സെറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ഹയർ ലെവൽ എൻറ്റിറ്റിയായി വെച്ചു. നേരെ ഓപ്പോസിറ്റ് സ്പെഷ്യലൈസേഷൻ്റെ. ഇത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈസി റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. ജനറലൈസേഷൻ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ഡിസൈൻ പ്രോസസ്സാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ ഡിസൈൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസൈൻ കൺസ്ട്രെയിൻസ് ഓഫ് ജനറലൈസേഷനാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് കണ്ടീഷൻ ഡിഫൈൻഡ്. ഇൻ കണ്ടീഷൻ ഡിഫൈൻഡ് ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റ്സ് മെമ്പർഷിപ്പ് ഈസ് ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വെദർ ഓർ നോട്ട് എൻറ്റിറ്റി സാറ്റിസ്ഫൈ ആൻ എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ ഓർ പ്രെഡിക്കേറ്റ്. അതിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു സ്റ്റുഡൻറ്റ്. അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആണ്. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ സബ് ക്ലാസ് ഏത് സബ് ക്ലാസ്സിലാണ് സ്റ്റുഡൻറ്റ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ആ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസിൻ്റെ വാല്യൂ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും, in condition defined lower level entity sets membership is evaluated on the basis of whether or not an entity satisfy an explicit condition or predicate. ഈ എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ്റെ ബേസിലാണ് നമ്മൾ ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. സിൻസ് ഓൾ ദ ലോവർ ലെവൽ എൻറ്റിറ്റീസ് ആർ ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിം ആട്രിബ്യൂട്ട്. ഇൻ ദ കേസ് ഇവിടെ പറയുന്നത് സ്റ്റുഡൻറ്റ് ടൈപ്പ്. This type of generalization is said to be attribute defined. Next one is user defined. The database user decides a condition on the basis of which particular entity or tuple in the relation shall be classified in the subclass. അതായത് ഒരു യൂസർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഒരു എംപ്ലോയീനെ നമ്മളൊരു പീരിയഡിൽ നമ്മളൊരു എംപ്ലോയിനെ ചെക്ക് ചെയ്തിട്ട് അയാളുടെ പെർഫോമൻസ് സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണോ ഇടേണ്ടത്. അതായത് യൂസർ മേ ഡിസൈഡ് ടു അസൈൻ ആൻ എംപ്ലോയി ടു എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ഹിസ് പെർഫോമൻസ് സീൻ ഓവർ എ പീരിയഡ് ഓഫ് 3 months. സോ ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ ബട്ട് ദ ഇൻഡിവിജ്വൽസ് ആർ അസൈൻ ഓൺ ദ കേസ് ബേസിസ്. അതായത് നമുക്കൊരു എക്സ്പ്ലിസിറ്റ് കണ്ടീഷൻ ഇല്ല. നമ്മൾ ഒരാളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക്
ഇവാലുവേറ്റ് ചെയ്തിട്ട് അയാളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇടേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സോ യൂസർ ഡിഫൈൻഡ് ആണ് ഈ കേസ്. നെക്സ്റ്റ് കവറേജ് ബേസ്ഡ്. A disjointness constraint requires that an entity belong to no more than one lower level entity set. In overlapping generalization, the same entity may belong to more than one lower level entity set within a single generalization. Next one, completeness based. Total generalization or specialization. Each higher level entity must belong to a lower level entity set. Partial generalization or specialization another, some higher level entities may not belong to any lower level entity set. Next നമ്മൾ നോക്കാൻ പോകുന്ന aggregation ആണ്. Aggregation refers to the process by which entities are combined to form a single meaningful entity. അതായത് aggregation എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ എൻറ്റിറ്റീസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ മീനിങ് എൻറ്റിറ്റി ആക്കുന്നതിനാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ചില സ്പെസിഫിക് എൻറ്റിറ്റി അത് തന്നെ നിൽക്കുമ്പം ഒരു മീനിങ് ഉണ്ടായിരിക്കില്ല. സോ അത് ചിലതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ നമുക്കൊരു മീനിങ് കിട്ടും. ദ സ്പെസിഫിക് എൻറ്റിറ്റീസ് ആർ കമ്പൈൻഡ് ബിക്കോസ് ദേ ഡു നോട്ട് മേക്ക് സെൻസ് ഓൺ ദെയർ ഓൺ. ടു എസ്റ്റാബ്ലിഷ് എ സിംഗിൾ എൻറ്റിറ്റി, അഗ്രിഗേഷൻ ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് കമ്പൈൻസ് ദീസ് എൻറ്റിറ്റീസ്. The resulting entity makes sense because it enables the system to function well. സോ നമുക്കിവിടെ പറയാൻ പറ്റും ഈ ബോറോവറും പിന്നെ ലോൺ ഓഫീസർ എന്നുള്ള റിലേഷൻഷിപ്പ് സെറ്റ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന സെയിം ഇൻഫർമേഷനാണ്. സോ നമുക്ക് അഗ്രിഗേഷൻ വെച്ചിട്ട് റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യാം. അതായത് ട്രീറ്റ് റിലേഷൻഷിപ്പ് ആസ് ആൻ അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റി, allows relationship between relationships, abstraction of relationship into a new entity. Without introducing redundancy, നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഫിഗറിനെ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അഗ്രിഗേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റിലേഷനെ ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ട് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഗ്രിഗേഷൻ ഈസ് എൻ അബ്സ്ട്രാക്ഷൻ ത്രൂ വിച്ച് റിലേഷൻഷിപ്സ് ആർ ട്രീറ്റഡ് ആസ് ഹയർ ലെവൽ എൻറ്റിറ്റി. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അഗ്രിഗേഷൻ DBMS എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നോ രണ്ടോ എൻറ്റിറ്റീസ് അത് തന്നെ നിൽക്കുമ്പോൾ ഒരു മീനിങ് ഫുൾ അല്ലാത്ത ഒന്നോ രണ്ടോ എൻറ്റിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പുതിയ എൻറ്റിറ്റി ഉണ്ടാക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ എൻറ്റിറ്റീനെ ഒരു പുതിയ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനൊരു ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് ഈ കസ്റ്റമർ ലോൺ പെയർ, എന്നിട്ട് അതിന് നമ്മൾ ഒരു പുതിയ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തു. നമുക്കിവിടെ കസ്റ്റമറും ലോണും രണ്ട് എൻറ്റിറ്റി ഉണ്ടായിരുന്നുണ്ട്. അതിന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുക കസ്റ്റമർ ക്യാൻ ടേക്ക് എ ലോൺ. അങ്ങനെ ഒരു ബോറോവർ റിലേഷൻ വെച്ചിട്ട് അതിനെ രണ്ടുകൂടെ കമ്പൈൻ ചെയ്തു. എന്നിട്ട് അതിനൊരു പുതിയ ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എംപ്ലോയി മേ ബി എ ലോൺ ഓഫീസർ ഫോർ എ കസ്റ്റമർ ലോൺ പെയർ. ഇതിനൊരു ഹയർ ലെവൽ എൻറ്റിറ്റി ആയിട്ടും എംപ്ലോയിനെ വേറൊരു എൻറ്റിറ്റിയും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലോൺ ഓഫീസർ എന്ന് പറഞ്ഞ റിലേഷൻ കാണിച്ചു. ഇതാണ് അഗ്രിഗേഷനിൽ പറയുന്നത്. നമ്മൾ ഡിസൈൻ ഡിസിഷൻസാണ് പറയുന്നത്. അതായത് ഒരു ഡയഗ്രം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ആ സമയത്ത് നമ്മളത് ഒരു ആട്രിബ്യൂട്ടായിട്ടാണോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി സെറ്റ് ആയിട്ടാണോ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് വേണ്ടി വരും. അതായത് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ഒരു ആട്രിബ്യൂട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യാവോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാവോ ഒരു ഒബ്ജക്റ്റിനെ, അതാണ് ഒന്നെന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് നമുക്കൊരു റിയൽ വേൾഡ് കൺസെപ്റ്റ് ഏറ്റവും നന്നായിട്ടൊരു എൻറ്റിറ്റി സെറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സെറ്റ് ആയിട്ടാണോ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, ഏതായിട്ടാണ് നമുക്ക് നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്താലാണ് അതിൻ്റെ ഡിസൈൻ കറക്റ്റ് ആവുക അങ്ങനെയുള്ള സമയത്ത്. പിന്നെ നമുക്കൊരു
ബൈനറി റിലേഷൻഷിപ്പാണോ ടേണറി റിലേഷൻഷിപ്പാണോ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് നല്ലത്? ടേണറി റിലേഷൻഷിപ്പാണോ ബൈനറി ആണോ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണോ, വീക്ക് എൻറ്റിറ്റി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ജനറലൈസേഷൻ യൂസ് ചെയ്യണോ, അഗ്രിഗേഷൻ യൂസ് ചെയ്യണോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ഡിസിഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് സ്കീമ ടു ടേബിൾസ്. നെ നമ്മൾ ഒരു ടേബിളായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് എന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Primary keys allows entity sets and relationship set to be expressed uniformly as a table which represent the contents of the database. A database which conforms to an diagram can be represented by a collection of tables. For each entity set and relationship set, there is a unique table which is assigned the name of corresponding entity set or relationship set. Each table has a number of columns, generally corresponding to attribute, which have unique names. Converting an diagram to a table format is the basis for deriving relational database design from an diagram. ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിനെ അത് നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് അതിനെ നമുക്കൊരു കളക്ഷൻ ഓഫ് ടേബിൾസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഓരോ എൻറ്റിറ്റി സെറ്റിനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സെറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടേബിൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടേബിൾസിനകത്ത് നമുക്ക് റോസും കോളംസും ഉണ്ടായിരിക്കും. ഈ കോളം എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പ്രൈമറി കീ ഉണ്ടായിരിക്കും നമുക്കിതിനകത്ത്. നമ്മൾ ഡയഗ്രത്തിൽ നമുക്ക് പ്രൈമറി കീ ഉണ്ടല്ലോ, ആ പ്രൈമറി കീ വെച്ച് നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ റോയിനെയും. പിന്നെ പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രോങ് എൻറ്റിറ്റിയാണ്. അപ്പം ഇതിനകത്ത് നമുക്കൊരു സ്ട്രോങ് എൻറ്റിറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു പ്രൈമറി കീ ഉണ്ടായിരിക്കും. അതിവിടെ സോഷ്യൽ സെക്യൂരിറ്റി അതാണ് പ്രൈമറി കീ ആയിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ നെയിം, കസ്റ്റമർ സിറ്റി, സ്ട്രീറ്റ് ഇതൊക്കെ മറ്റ് ആട്രിബ്യൂട്ടുകളാണ്. ഇതിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി പ്രൈമറി കീ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീക്ക് എൻറ്റിറ്റി സെറ്റാണ്. സോ അതിന് നമുക്ക് ഒരു പ്രൈമറി കീ ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ അതിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് എൻറ്റിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്കിവിടെ പേയ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ വീക്ക് എൻറ്റിറ്റി പറയുന്നത്. അതിന് പേയ്മെൻറ്റ് നമ്പർ ഉണ്ട്, പേയ്മെൻറ്റ് ഡേറ്റ് ഉണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട് ഉണ്ട്. അതിനകത്ത് പേയ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റർ അല്ലെങ്കിൽ പാർഷ്യൽ കീ ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ലോൺ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ലോൺ നമ്പർ എന്നുള്ളതായിരിക്കും ഇതിനകത്തെ പ്രൈമറി കീ. സോ അതും കൂടെ നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റിംഗ് റിലേഷൻഷിപ്പ് ആസ് എ ടേബിൾ. മെനി ടു മെനി റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ടേബിൾ വിത്ത് കോളംസ് ഫോർ പ്രൈമറി കീസ് ഓഫ് 2 പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റി സെറ്റ്സ് ആൻഡ് എനി ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് സെറ്റ്. അതായത് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് നമ്മൾ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റി സെറ്റിനകത്തെയും പ്രൈമറി കീയും പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള അതിൻ്റെ ആട്രിബ്യൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് ടേബിളായിട്ട് കൊടുക്കുമ്പം ഉണ്ടാവുക. അതായത് സോഷ്യൽ സെക്യൂരിറ്റി, അക്കൗണ്ട് നമ്പർ, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ട്, അതായത് നമ്മൾ ആ റിലേഷൻഷിപ്പിന് എൻ്റെ കൂടെ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്, അതായത് ഇവിടെ ആക്സസ് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടേബിളിൽ ഉണ്ടായിരിക്കുക. Then table corresponding to a relationship set linking a weak entity set to its identifying strong entity set is redundant. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോം എ ടേബിൾ ഫോർ ജനറലൈസ്ഡ് എൻറ്റിറ്റി അക്കൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടൊരു ഫിഗർ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ടാണ് പറയുന്നത്. അവിടെ നമ്മുടെ ജനറലൈസ്ഡ് എൻറ്റിറ്റി ആയിട്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ടിന് അക്കൗണ്ട് നമ്പറും ബാലൻസും
ഇങ്ങനത്തെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. So form a table for each entity set that is generalized. Include primary key of generalized entity set. അതായത് പറഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ജനറലൈസ്ഡ് എൻറ്റിറ്റിയായിട്ട് അക്കൗണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൈമറിക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ആയിരുന്നു. അക്കൗണ്ട് നമ്പർ, ബാലൻസ്, അക്കൗണ്ട് ടൈപ്പ്. പിന്നെ നമ്മുടെ ഈസി റിലേഷൻഷിപ്പിൽ, അതായത് ഇത് ജനറലൈസ് ചെയ്തേക്കുന്ന സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ സേവിങ്സ് അക്കൗണ്ടും ചെക്കിങ് അക്കൗണ്ടും. ഇത് രണ്ടിനും ഉണ്ടായിരുന്ന ആട്രിബ്യൂട്ട് എന്നാണ് സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റും ചെക്കിങ് അക്കൗണ്ടിന് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ടും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നമ്മൾ അത് ജനറലൈസ് ചെയ്ത എൻറ്റിറ്റിയുടെ പ്രൈമറിക്ക്, അതായത് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ടേബിൾസും ആട്രിബ്യൂട്ട്സും പറയാൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം എ ടേബിൾ ഫോർ ഈച്ച് എൻറ്റിറ്റി സെറ്റ് ദാറ്റ് ഈസ് ജനറലൈസ്ഡ്. അതായത് സേവിങ്സ് അക്കൗണ്ടിനും ചെക്കിങ് അക്കൗണ്ടിനും 2 ടേബിൾസ് ഫോം ചെയ്യുക. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റിയിലെ അക്കൗണ്ട് നമ്പറും ബാലൻസും ആഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള ഓരോന്നിനും ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റും ഓവർ ഡ്രാഫ്റ്റും കൊടുത്തു. ഇതിനാൽ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് ജനറലൈസ്ഡ് എൻറ്റിറ്റിക്ക് ഒരു ടേബിൾ വേറെ ഇല്ല. ഇതെന്ന് പറയുന്നത് അഗ്രിഗേഷൻ്റെ ആയിരുന്നു. ഇതും നമ്മൾ നേരത്തെ കണ്ട അഗ്രിഗേഷൻ്റെ ആ ഫിഗർ വെച്ചിട്ടാണ്. നമുക്കവിടെ ഒരു കസ്റ്റമർ എൻറ്റിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ലോണിനുള്ളൊരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബോറോ ആയിരുന്നു. ആ ബോറോക്കകത്ത് നമ്മൾ 2 കസ്റ്റമറിൻ്റെയും ലോണിൻ്റെയും പ്രൈമറി കീസ് ആഡ് ചെയ്തു. ഈ ലോണിൽ ലോൺ നമ്പറും എമൗണ്ടും ഉണ്ടായിരുന്നു. അതുപോലെ കസ്റ്റമറിൽ കസ്റ്റമർ നെയിം, കസ്റ്റമർ സോഷ്യൽ സെക്യൂരിറ്റി, കസ്റ്റമർ സ്ട്രീറ്റ്, സിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ലോൺ ഓഫീസർ, അതായിരുന്നു അവിടെ അതിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് അതിനകത്തിൻ്റെ എൻറ്റിറ്റികളായിരുന്നു കസ്റ്റമറിൻ്റെ എൻറ്റിറ്റി, കസ്റ്റമറിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി, പിന്നെ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടായിരുന്നു. എംപ്ലോയിയുടെ ടേബിളിൽ എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റിയും എംപ്ലോയി നെയിം, എംപ്ലോയി ഫോൺ നമ്പറാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് പ്രൈമറിക്ക് എന്താണ് എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റിയാണ്. കസ്റ്റമറിനകത്ത് കസ്റ്റമർ സോഷ്യൽ സെക്യൂരിറ്റി ആയിരുന്നു. ലോണിൽ ലോൺ നമ്പർ ആയിരുന്നു. ഈ 3 എണ്ണം വെച്ചിട്ട് നമ്മൾ ആ റിലേഷനും കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രത്തിനെ നമ്മൾ ടേബിൾസായിട്ട് സ്പ്ലിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഡയഗ്രത്തെ നമുക്ക് ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉള്ള ഓരോന്നും ആഗ്രിഗേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, ജനറലൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, പിന്നെ റിലേഷൻഷിപ്പ് സെറ്റ്, വീക്ക് എൻറ്റിറ്റി, സ്ട്രോങ് എൻറ്റിറ്റി, ഇതെല്ലാം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.